ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് ആണ് കേട്ടോ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു 5 മാർക്സിന് വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് നോക്കാം. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഈ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ക്ലോസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട്, അപ്പം അക്കോർഡിംഗ് ടു ദ ക്ലോസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സെൻറ്റൻസസ് ആർ ഡിവൈഡഡ് ഇൻടു 4 4ആയിട്ട് തിരിച്ചു വച്ചിട്ടുണ്ട്. 4 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചു വച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സിമ്പിൾ, രണ്ടാമത്തേത് കോമ്പൗണ്ട്, മൂന്നാമത്തേത് കോംപ്ലക്സ്, നാലാമത്തേത് കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പം ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദ ക്ലോസ് സ്ട്രക്ചർ സെൻറ്റൻസസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 4 ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അതിൽ ഒന്നാമത്തേതാണ് സിമ്പിൾ, രണ്ടാമത്തെ കോമ്പൗണ്ട്, മൂന്നാമത്തേത് കോംപ്ലക്സ്, നാലാമത്തേത് കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇനി എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് അറിഞ്ഞിരിക്കണം. സിമ്പിൾ സെൻറ്റൻസ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കാം. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ആദ്യമേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഷീല is an intelligent girl. Sheila is an intelligent girl. So this is the first sentence. ഇനി ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് അല്ലേ ഒരു അതുപോലെ തന്നെ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എഴുതാം. ഷീ ഹാസ് won the match. അല്ലെങ്കിൽ they have won the match. No, she has won the match. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നോക്കിയേ, in each of these sentences, ഈ ഓരോ സെൻറ്റൻസിലും there is only one finite verb. അല്ലേ? That means there is only one clause. ഇവിടെ നമ്മൾ ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നതിൽ ഒരു വേർബ് മാത്രമാണുള്ളത്. ഒരു മെയിൻ വേർബ് മാത്രമാണുള്ളത് അല്ലേ? ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തേ ഉള്ളൂ, ഒരു ക്ലോസേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം ഇങ്ങനെ വരുന്ന കേസസിൽ ഇഫ് എ സെൻറ്റൻസ് ഹാസ് ഓൺലി വൺ ക്ലോസ്, ഇഫ് എ സെൻറ്റൻസ് ഹാസ് ഓൺലി വൺ ക്ലോസ്, ഒരു സെൻറ്റൻസ് ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ഒരു ക്ലോസേ ഉണ്ടായിരിക്കൂ. അങ്ങനെയുള്ള ക്ലോസുകൾ, അങ്ങനെ ഒരു സെൻറ്റൻസിൽ ഒരു ക്ലോസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ദാറ്റ് ക്ലോസ് will invariably be an ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും. അതായത് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്ന ക്ലോസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്. ആ ഒരു ക്ലോസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ക്ലോസിന് എന്ത് ചെയ്യാൻ പറ്റും, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്നതായിരിക്കും. അതായത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വതന്ത്രമായി നിൽക്കുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ നമ്മൾ പറയുന്നതാണ്
മെയിൻ ക്ലോസ് എന്ന് പറയും. എന്താ പറയും? മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്നൊക്കെ ഇതിനെ വിളിക്കും. മനസ്സിലായോ? കുറേ പേരുണ്ട് ഈ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ അതർവൈസ് നോൺ ആസ് മെയിൻ ഓർ പ്രിൻസിപ്പൽ ഓർ സൂപ്പർ ഓർഡിനേറ്റ് ക്ലോസ് എന്നൊക്കെ പറയും. അപ്പോൾ അത്രയൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഓർ എന്താ പറയും? മെയിൻ ക്ലോസ് എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ ഒരു സെൻറ്റൻസിന് വിച്ച് ഹാസ് ഓൺലി വൺ മെയിൻ ക്ലോസ്. അപ്പോൾ ശ്രദ്ധിക്കുക, എ sentence which has only one main clause which has only one main clause ഇല്ല is known as, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഈസ് നോൺ ആസ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു ക്ലോസ് മാത്രമുള്ള, അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമുള്ള ഒരു സെൻറ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ അതിൻ്റെ ക്ലോസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് അവയെ നമ്മൾ എത്രയായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു? 4 ആയിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് എന്നിങ്ങനെ തിരിക്കാം. അതിൽ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമുള്ളവയല്ലേ, അതിനെ നമ്മൾ എന്ത് പറയും? സിമ്പിൾ ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിനൊരു ക്ലോസേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു ക്ലോസ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതെന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും അല്ലേ? ആ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മെയിൻ ക്ലോസ് എന്നും സൂപ്പർ ഓർഡിനേറ്റ് ക്ലോസ് എന്നും പ്രിൻസിപ്പൽ ക്ലോസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസ് വിച്ച് ഹാസ് ഓൺലി വൺ മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവയെ വിളിക്കുന്ന പേരാണെന്ത്? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയാം അല്ലേ? അപ്പോൾ അവയെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? സിമ്പിൾ സെൻറ്റൻസ് എന്നാണ് അവയെ നമ്മൾ വിളിക്കുക. ഇനി അടുത്തത് നോക്കിയേ, കോമ്പൗണ്ട് സെൻറ്റൻസ്. അടുത്തതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് അടുത്തത്. എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് നോക്കാം. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ടോണി went to the post office. Tony went to the post office and bought some stamps. ഇവിടെ നോക്കിയേ, ഈ ഒരു സെൻറ്റൻസിൽ അല്ലേ കോമ്പിനേഷൻ ഓഫ് 2 പാർട്സ് ആണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 പാർട്സ്. ടോണി വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ബോട്ട് സം സ്റ്റാമ്പ്. ടോണി പോസ്റ്റ് ഓഫീസിലേക്ക് പോയി, എന്നിട്ട് അവൻ എന്താ വാങ്ങിയത്? അവന് സ്റ്റാമ്പ് വാങ്ങി എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ സെൻറ്റൻസിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 പാർട്സ്. ടോണി വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്, ടോണി പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ഈ ആൻഡ് ബോട്ട് സം സ്റ്റാമ്പ്, ഇവിടെ ഓൾറെഡി ഒരു സബ്ജക്റ്റ് കിടപ്പുണ്ട് അല്ലേ? ഈ ബോട്ട് എന്ന് പറയുന്നതിന് മുമ്പിൽ ആരാ? ഈ ടോണി തന്നെയാണ് ഇവിടെയും സബ്ജക്റ്റ്. മനസ്സിലായോ? ടോണി വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്, അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. ടോണി വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്, അത് ഒന്നാമത്തെ സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കറിയാം ഇവിടെ നമ്മൾ ആവർത്തിച്ചിട്ടില്ല, കാര്യം ഈ സബ്ജക്റ്റ് ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് അവിടെ ആവർത്തിക്കാതെ. പക്ഷേ നിങ്ങളൊന്ന് നോക്കിയേ, ഈ ടോണി വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ട സബ്ജക്റ്റ് ഏതാണ്? ഹീ ആണ്. അപ്പോൾ ഇത് 2 സെൻറ്റൻസുകളല്ലേ? ടോണി ഇപ്പം ഇങ്ങനെ മാറ്റി എഴുതിയാൽ എങ്ങനെ വരും? ടോണി വെൻറ്റ് ടു ദ അല്ലേ പോസ്റ്റ് ഓഫീസ്. രണ്ടാമത്തെ എന്താണ്? ഹീ ബോട്ട് സം സ്റ്റാമ്പ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ടോണി വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്, ഹീ ബോട്ട് സം സ്റ്റാമ്പ്സ്. അപ്പോൾ ഈ 2 സെൻറ്റൻസുകളെ, അതായത് ദീസ് 2 സെൻറ്റൻസസ് ആർ ജോയിൻഡ്, ഈ 2 സെൻറ്റൻസുകളെ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണ് അല്ലേ? ദീസ് 2 സെൻറ്റൻസസ് ആർ, അല്ലെങ്കിൽ ദീസ് 2 പാർട്സ് ആർ ജോയിൻഡ് ബൈ ദ കൺജങ്ഷൻ ആൻഡ്.
ആൻഡ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് കണ്ടോ, ഈ ആൻഡ് എന്ന ഈ കൺജങ്ഷൻ ഉപയോഗിച്ച് ഞാൻ ഈ രണ്ട് പാർട്ടിനെ എന്ത് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈച്ച് ഹാസ്, അതിൽ ഓരോന്നിലും എന്തുണ്ട്, ഒരു മെയിൻ വേർബ് ഉണ്ട്. അപ്പോൾ ഓരോന്നും എന്ത് തന്നെയായിരിക്കും, ഒരു ഫൈനൈറ്റ് വേർബ് ഉള്ളത് കൊണ്ട് തന്നെ അവ എന്തായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും. അതായത് ഇൻഡിപെൻഡൻ്റ് ഇൻ മീനിങ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ഇൻ എന്താണ്, മീനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ്, നമുക്ക് എന്ത് പറയാം, ടു മെയിൻ ക്ലോസസ് എന്ന് പറയാം അല്ലേ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു മെയിൻ ക്ലോസസ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ. ഇത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു മെയിൻ ക്ലോസസ് ആണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ, അതായത് എന്താണ്, ഇഫ് എ സെൻറ്റൻസ് ഹാസ് ടു ഓർ മോർ മെയിൻ ക്ലോസസ് ഇൻ ഇറ്റ്, ഒരു സെൻറ്റൻസിൽ ഒന്നിൽ കൂടുതൽ അതായത് ടു ഓർ മോർ, രണ്ടോ അതിൽ കൂടുതലോ, ഒന്നേ ഉള്ളെങ്കിൽ അതിനെ സിമ്പിൾ എന്ന് പറയും. രണ്ടോ അതിലോ കൂടുതലോ മെയിൻ ക്ലോസുകൾ മാത്രമാണുള്ളത്. അത് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി നോക്കണം. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ, വളരെ സിമ്പിളൊന്നും അല്ല ഇത് പഠിക്കാൻ. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകൾ ഉണ്ട് എങ്കിൽ അതും ആ രണ്ടും മെയിൻ ക്ലോസ് ആണ്, രണ്ടും ഇൻഡിപെൻഡൻ്റ് ഇൻ മീനിങ് ആണ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ് എങ്കിൽ നമ്മൾ അവയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവയെ നമ്മൾ എന്ത് വിളിക്കും, കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയും. അപ്പോൾ എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞു, എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് വേർബ് മാത്രമേ ഉണ്ടായിരിക്കൂ, അത് മെയിൻ ക്ലോസ് ആയിരിക്കും, അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഇൻഡിപെൻഡൻ്റ് ഇൻ മീനിങ്ങും ആയിരിക്കും. എന്നാൽ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ രണ്ട് മെയിൻ ക്ലോസ് കാണും, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, രണ്ടിനും എന്തുണ്ട്, ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സെൻറ്റൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയാം അല്ലേ. ഇനി കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇനി അടുത്തതാണ് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇതാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുകയെന്ന് വെച്ചാൽ സിമ്പിൾ ടു കോമ്പൗണ്ട് ആക്കാനും, കോമ്പൗണ്ട് ടു കോംപ്ലക്സ് ആക്കാനും, കോംപ്ലക്സ് ടു കോമ്പൗണ്ട് ആക്കാനും, കോംപ്ലക്സ് ടു സിമ്പിൾ ആക്കാനും, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ അതെല്ലാം നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഇതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്താണ് മീനിങ് ചേഞ്ച് വരാതെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. നമ്മൾ മാറ്റിയാണ് എഴുതേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് തന്നിട്ട് ഇതിനെ കോംപ്ലക്സ് ആക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സിനെ തന്നിട്ട് കോമ്പൗണ്ട് ആക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ സിമ്പിൾ ആക്കാൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നമുക്കത് മീനിങ് ചേഞ്ച് വരാതെ, മീനിങ് ഒരിക്കലും മാറാൻ പാടില്ല. അപ്പം മീനിങ് ചേഞ്ച് വരാതെ എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലോസ് സ്ട്രക്ചറിൻ്റെ ബേസ് ചെയ്ത് 4ആയിട്ട് തിരിക്കുന്നു: സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോംപ്ലക്സ്. ഓക്കെ, അപ്പം നന്നായിട്ടിത് പഠിക്കുക.